ഹേ ഗായ്സ്, ഇന്നാണ് ഞാൻ പറഞ്ഞ ഫ്ലോപ്പ് കൂർക്ക് ഡേ. ഒന്ന് ഞങ്ങൾ തിരിച്ചു പോകും. രാവിലെ ഞാൻ എണീച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ ഒക്കെ ഇട്ട് വെച്ചിട്ട് പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഞാൻ ഗ്രീൻ ടീ എടുത്ത് ബാൽക്കണിയിൽ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ ടീ. പിന്നെ അവരോട് ഇരുന്നിട്ട് ഗ്രീൻ ടീയോ കോഫി എന്തൊക്കെയോ കുടിക്കുന്നുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ തന്നെ മോർണിംഗ് വാക്കിന് പോകാൻ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. നല്ല രസമായിരുന്നു, ഭയങ്കര ഒരു തണുപ്പും പിന്നെ രാവിലത്തെ ഒരു വെയിലും ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ നേരെ താഴത്ത് ഇറങ്ങി. അതിൻ്റെ താഴെ അവർ പറഞ്ഞിട്ടുണ്ടായി ഗോൾഫ് ഗ്രൗണ്ട് ഉണ്ട്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടേക്ക് ഇറങ്ങി കുറച്ച് നടന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ വിചാരിച്ചു താഴത്തേക്ക് പോകുന്നില്ല എന്ന്. പിന്നെ ഈ കാണിച്ചത് വാനിലയാണ്, അത് ഉണക്കിയിട്ടാണ് വാനിലാവാന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ ഇവർ രണ്ടുപേരും പേരൊക്കെ പറിച്ചു. നല്ല പേരൊക്കെയായിരുന്നു. നമ്മൾ ഇത്തിരി കുട്ടിക്കും കൊടുത്തു. കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ട പേരൊക്കെ. അക്ഷേട്ടനാണെങ്കിൽ ലാസ്റ്റ് ഒരു നല്ല പഴുത്ത റെഡ് കളറുള്ള പേരൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് ഒറ്റൊന്നേ ഉണ്ടായുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ട, നമുക്ക് ഫ്രീ ആണ് ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. പിന്നെ അവർ കുറേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ ക്രോസോൺ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അക്ഷരം സ്മൂത്തി എടുത്തു. അതിൽ സ്ട്രോബെറി സ്മൂത്തി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. ഇഡ്ലി സാമ്പാറൊക്കെ എനിക്ക് അവിടെ ചെന്നപ്പോൾ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായി. അക്ഷരം സോസേജ് ഒക്കെ എടുത്തു. സോസേജ് എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടം. എനിക്ക് അവിടുത്തെ സോസേജ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുട്ടിക്ക് നമ്മൾ പേരൊക്കെ തന്നെ കൊടുത്തു. പിന്നെ ഫ്രൂട്ട്സും കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മളെല്ലാം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഞാൻ ഈ ഡ്രസ്സ് അയൺ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇത് കത്തിപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഈ ഡ്രസ്സ് പോയപ്പോൾ ഞാൻ ഗോൾഡൻ ടെമ്പിളിലേക്ക് ഇടാൻ വേണ്ടി ഞാൻ കുറേ കാലമായിട്ട് മാറ്റി വെച്ചായിരുന്നു. ഞാൻ ഡിസൈൻ ചെയ്യിച്ച ഡ്രസ്സ് ആയിരുന്നു. ഫോട്ടോയിൽ അധികം മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്നിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് എല്ലാവരും പാക്ക് ചെയ്ത് ഇറങ്ങി. നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ മാനേജർ കണ്ട ആൾ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഫ് ഗ്രൗണ്ട് ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ അവരുടെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴെ പോയി കണ്ടു. ആ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഇറക്കായിരുന്നു. നമ്മൾ രാവിലെ നടന്നു പോകുന്നത് ഭാഗ്യമെന്ന് വിചാരിച്ചത് കണ്ടപ്പോൾ. ആൻഡ് അത് താഴെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ആൾ പറഞ്ഞിട്ടുണ്ടായി മാനേജർ ഇവിടെ വെച്ചിട്ടായിരുന്നു ജയറാമിൻ്റെ മോള് ചക്കിയുടെ എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ താഴെ ഗോൾഫ് ക്ലബിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ അവരവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അവിടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായി. ആക്ച്വലി നമ്മൾ പ്രീവിയസ് ഡേ തന്നെ അവിടെ പോയി ഒന്ന് കാണണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. ആൻഡ് ഇനി നമ്മുടെ മെയിൻ ലൊക്കേഷൻ ആയിട്ടുള്ള ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയി. ഈ ട്രിപ്പിൻ്റെ മെയിൻ എൻ്റെ എയിം എന്ന് വെച്ചാൽ എനിക്ക് ഗോൾഡൻ ടെമ്പിൾ കാണുന്നില്ലായിരുന്നു. പക്ഷേ നമ്മൾ ചൂസ് ചെയ്തൊരു റോങ് ഡേ ആയിരുന്നു. കാരണം അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും റഷുള്ള ഒരു ഡേ ഞാൻ ഉദ്ദേശിച്ച ഗോൾഡൻ ടെമ്പിളേ അല്ലായിരുന്നു. പോരാത്തതിന് അവിടെ ഏറ്റവും കൂടുതൽ ടിബറ്റേഴ്സിനേക്കാളും കൂടുതൽ അവിടെ മലയാളീസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്തോ സ്പെഷ്യൽ ഡേ എന്തോ ആയിരുന്നു. ഭയങ്കര റഷായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ബുദ്ധനെ പോലും നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അവിടെ കുറേ മോങ്സ് ഉണ്ടായി. അപ്പോൾ അവർ ഒരു പാത്രത്തിൽ ഇങ്ങനെ എന്തോ പാലോ പായസം എന്തോ സംഭവം വാങ്ങിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വാങ്ങിച്ച് കുടിക്കുന്നത് മെയിനായിട്ട് ടിബറ്റൻസ് ആയിരുന്നു അത് വാങ്ങിച്ച് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഒരു ഗ്ലാസ്സിൽ അത് വാങ്ങിച്ച് കുടിച്ചിട്ട് ദൈവമേ ഇത്രയും വേസ്റ്റ് ടേസ്റ്റുള്ള സാധനം ഞാൻ കുടിച്ചിട്ടില്ല. അത് മിൽക്കാണോ എന്തോ ഒരു സാധനം, അത് അത്രയും മോശമായിട്ടുള്ള ടേസ്റ്റ്. അത് നമ്മൾ മലയാളീസിനായിരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അവരുടെ മെയിൻ എന്തോ പ്രസാദോ ഫുഡോ എന്തോ ആണത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അതൊക്കെ കുടിച്ചിട്ട് ആ ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ എന്തോ പോലെയാണ്. പിന്നെ നമ്മൾ അധികം നേരം നിൽക്കാൻ വെച്ചാൽ റഷായി നമുക്ക് ഒരു കാര്യമില്ല അവിടെ നിന്നിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ഇവർ ഷോപ്പിൽ കയറിയിട്ട് തേൻ വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ കാന്താരി മുളകൊക്കെ ഡ്രൈ ചെയ്ത് വെച്ചിരുന്നു. നമ്മൾ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. നമ്മൾ കൂർഗിൻ്റെ ഒരു ഇത് വാങ്ങിച്ചു, ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചു അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവർ ഏലക്കയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല. ആൻഡ് ദെൻ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ചേട്ടായി ഓൾറെഡി കൂർഗിൽ ഒരുപാട് വട്ടം വന്നുകൊണ്ട് ഇവിടെ അടിപൊളി ഫുഡ് കിട്ടുന്നു. അപ്പോൾ കൂർഗ് എന്നായിരുന്നു റെസ്റ്റോറൻറ്റ് പേര്. നല്ല ഫുഡായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂർഗ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും കറിയൊക്കെ നമ്മൾ വാങ്ങിച്ചു. എല്ലാം അടിപൊളിയായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ആൻഡ് നമ്മൾ പോകുന്ന വഴിക്ക് കുറേ ബോർഡ് കണ്ട റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ കയറിയിട്ട് നമ്മൾ ടീ കുടിക്കാൻ വിചാരിച്ചു. ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. ഫുഡ് വാസ് വെരി ബാഡ്. നമ്മളവിടെ പറയുകയും ചെയ്തു. വെറുതെ കുറേ പോസ്റ്റർ വെച്ചിട്ട് ആൾക്കാർ അവിടേക്ക് വിളിച്ചെടുത്തിട്ട് പാട്ട ഫുഡ് തന്നു. ആൻഡ് അത് കുടിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മാംഗ്ലൂർ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ എത്തി. സോ ദിസ് വാസ് മൈ 2 days കൂർഗ് ട്രിപ്പ്. ഓക്കെ, ബൈ ഗൈസ്.